ശാസ്താവിന്ധനമൂർത്തിയെ സ്വർണം കട്ടവനാരപ്പ സഖാക്കളാണ് അയ്യപ്പ ലോഹം മാറ്റിയതാരപ്പ സഖാക്കളാണ് അയ്യപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയെ ആചാരങ്ങളെ ലംഘിക്കാനായി അമ്മിണിമാരെ മനകേറ്റി അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചുള്ളത് ഒരു പോറ്റി പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയെ വയനാടിന്റെ ദുരന്തമകറ്റാൻ ഫണ്ട് കൊടുത്തു നാട്ടാര് കോടികളേറെ തട്ടിപ്പാക്കി ഫണ്ട് വളർത്തി വന്മാരെ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയെ ആശാവർക്കറെ റോട്ടിലിറക്കി ഭരണക്കാരൻ ആരപ്പ അക്രമ ഭരണവും അഴിമതി ശരണം കാരണഭൂതം അവരപ്പ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തിയെ പോറ്റിയേ കേറ്റിയേ സ്വർണം ചെമ്പായി മാറ്റിയേ സ്വർണ്ണപ്പാളികൾ മാറ്റിയേ ശാസ്താവിന്ധനമൂർത്തി. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് 2025 മിന്നുന്ന വിജയം UDF നേടിയത് ഈ ഒരു ഒറ്റ പാട്ടുകൊണ്ടാണ് എന്നുള്ളതാണ് അണികളും നിഷ്കുകളും നിഷ്പക്ഷർ എന്നവകാശപ്പെടുന്ന നിർഗുണന്മാരും പറയുന്നത്. പക്ഷേ ഈ ഒരു പാട്ടുകൊണ്ടൊക്കെയാണ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF മിന്നുന്ന വിജയം നേടിയത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതിലൊന്നും പെടാത്ത കോമൺ സെൻസ് ഉള്ള ഒരു കൂട്ടം ജനാധിപത്യ വിശ്വാസികൾക്ക് നാണക്കേട് തോന്നും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ഈ ഒരു അയ്യപ്പനും ശബരിമലയും സ്വർണ്ണപ്പാളിയും ദൈവവും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് ഈ നാട്ടിലുള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള ജനാധിപത്യ വിശ്വാസികളെ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള കാര്യത്തിൽ തീരുമാനത്തിലെത്തിക്കുന്നത് എന്ന് പറഞ്ഞു വെക്കുന്നത് ഏതൊരു പാർട്ടിക്കാരാണ് എന്നുണ്ടെങ്കിലും ശുദ്ധ പോക്കർത്തരമെന്നും നാണക്കേടെന്നും നിലവാര തകർച്ച എന്നും പറയേണ്ടി വരും. കോൺഗ്രസ് പാർട്ടിയും വില കുറഞ്ഞ സംഖ്യകളെ പോലെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ആയുധം തന്നെയാണ് പുറത്തേക്ക് എടുക്കുന്നത് എന്ന് ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വെളിച്ചത്തിൽ പകൽവെട്ടത്തിൽ വന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഉള്ളൊരു സന്തോഷമുണ്ടല്ലോ, സമ്മതിദാന അവകാശം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അധികം കാലം നിലനിൽക്കത്തില്ല. നാണം കെട്ട പരിപാടിയാണ്. ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു മനസ്സിന് സന്തോഷം നൽകുന്ന രീതിയിലേക്കുള്ള ഇലക്ഷൻ റിസൾട്ടാണ് വന്നത്. ഒരു സാധാരണക്കാരനായിട്ടുള്ള കേരളത്തിലെ ജനാധിപത്യ വിശ്വാസി ആഗ്രഹിക്കുന്ന തരത്തിലേക്കുള്ള ഒരു മനം മാറ്റം മൊത്തത്തിലുള്ള ഭൂരിപക്ഷ മലയാളികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സന്തോഷം നൽകുന്നതാണ് എന്നുണ്ടെങ്കിലും ഇമാതിരി പാട്ടൊക്കെ ഇട്ട് കേൾപ്പിച്ചിട്ട് ഇതാണ് ഇത്തവണത്തെ ആളുകളുടെ മനം മാറ്റത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അല്ലാതെ ബുദ്ധിയുള്ള ആളുകൾ ചിന്തിക്കുന്നത് പോലെ തന്നെ നിലവാരമുള്ള ചിന്തയിൽ നാടിൻ്റെ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്ത ആൾക്കാരും ഉണ്ട്. ആചാരവും ഒരു ആചാര സംരക്ഷണവും ആരാണ്ടറൊക്കെ സ്വർണ്ണപ്പാളിയും കാര്യങ്ങളൊക്കെ ഈ ദൈവവും മതവും ഒക്കെ ഒരു വലിയ കൂട്ടം ആളുകളിൽ നിന്നും മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടെ ഗതി പിടിക്കാതെ കിടക്കുന്ന, ഇവിടെ നിന്ന് ഒരിക്കലും രക്ഷപ്പെട്ടു പോകാനായിട്ടുള്ള വിദ്യാഭ്യാസമോ വകതിരോ ഇല്ലാത്ത ഒരു വലിയ കൂട്ടം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഈ നാട്ടിലുള്ള ആളുകളൊക്കെ വർഗീയമായിട്ട് മതപരമായിട്ട് ആചാര സംരക്ഷണത്തിന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, നാണം കെട്ട പരിപാടിയാണ്. സ്വന്തം ഉടുതുണിക്ക് സമാനമായിട്ടുള്ള പാളികൾ കൺവട്ടത്ത് നിന്ന് മൂക്കിൻ്റെ തുമ്പത്ത് നിന്ന് അടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സംരക്ഷിക്കാൻ പറ്റാത്ത ഒരാൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ഏതോ ഒരു വിശ്വാസത്തിന് വേണ്ടി, എന്തോ ഒരു സങ്കല്പത്തിന് വേണ്ടി, ആചാര സംരക്ഷണത്തിന് വേണ്ടി കുറേയധികം അവന്മാർ ഇറങ്ങി നിൽക്കുകയാണ്. ഇതൊക്കെ പുറത്ത് പറയാനായിട്ട് കൊള്ളാവുന്ന കാര്യമാണോ? ഈ നാട്ടിലേക്ക് വികസനത്തിന് വേണ്ടിയോ അല്ല എന്നുണ്ടെങ്കിൽ പോട്ടെ, ഈ നാട്ടിലെ റബ്ബറൈസ്ഡ് റോഡുകൾ, അമേരിക്കയ്ക്ക് സമാനമായിട്ടുള്ള റോഡുകൾ കാണാൻ വേണ്ടിയോ ഒക്കെ പുറത്തു നിന്ന് വരുന്ന തീർത്ഥാടകരായിട്ടുള്ള ആളുകളുടെ വരവ് വരെ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇമാതിരിയുള്ള കാര്യങ്ങൾക്ക് പ്രചാരണം കൊടുത്തു കഴിഞ്ഞാൽ. കാരണം നമ്മുടെ കൺമുൻപിൽ നിന്ന് അത്ര ശക്തമായിട്ടുള്ള സങ്കല്പത്തിൻ്റെ കൺമുൻപിൽ നിന്നിട്ട്
ഉടുതുണിക്ക് സമാനമായിട്ടുള്ള പാളികൾ അടിച്ചുകൊണ്ട് പോയിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, സ്വന്തം വീടിൻ്റെ ഉമ്മറത്തിട്ടിരിക്കുന്ന അല്ലെങ്കിൽ മുറ്റത്തിട്ടിരിക്കുന്ന അയയിലെ എന്തെങ്കിലും നൈറ്റിയോ നിങ്ങളുടെ ഷർട്ടോ ഉടുമുണ്ടോ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? കാരണം അത് തടയാൻ വേണ്ടിയുള്ള ശക്തി പോലും ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യനുണ്ട്. എന്നിട്ട് സ്വർണ്ണപ്പാളി, അത് ഈ സ്വർണ്ണത്തിന് ഇത്ര വിലയുള്ള സമയത്തുള്ള സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയ സമയത്ത് തടയാനായിട്ട് പറ്റിയില്ല എന്നൊന്നും നമുക്ക് പുറത്ത് പറയാനായിട്ട് പറ്റുന്ന കാര്യമല്ല. അതൊക്കെ നമ്മളുടെ കേരളത്തിൻ്റെ ആ ഒരു നിലനിൽപ്പിനെ, നമ്മൾ നിലനിൽക്കുന്നത് തന്നെ ഈ ശബരിമല പോലെയുള്ള തീർത്ഥാടന സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ ഇവിടെയുള്ള മതപരമായിട്ടുള്ള പക്ഷങ്ങളുടെ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണെന്നാണല്ലോ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ അതിനെയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു പക്ഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കാരിന് വലിയ തലവേദനയാവുന്ന ഈ ദൈവമാചാരം തീർത്ഥാടന സ്ഥല സംരക്ഷണ പരിപാടികൾ ശരിക്കും പറഞ്ഞ വിശ്വാസികൾക്ക് തന്നെ കൊടുത്തേക്കുക. അവരവരുടെ ക്ലാസിഫിക്കേഷനൊക്കെ അനുസരിച്ചിട്ട് മൂത്ത ജാതി, താഴ്ന്നയുള്ള ജാതി എങ്ങനെയെങ്കിലുമൊക്കെ മാനേജ് ചെയ്തോട്ടെ. ഇത് സർക്കാരുമായി ബന്ധപ്പെടുന്ന രീതിയിലേക്ക്, സർക്കാർ ഇതിലേക്ക് ഏതെങ്കിലും രീതിയിലേക്കുള്ളൊരു നിയന്ത്രണമോ അല്ലെങ്കിൽ ഇതിൻ്റെ സംരക്ഷണമോ ഒന്ന് പരിഗണിക്കുന്ന സമയത്താണ് ഇതൊക്കെ അടിച്ചുകൊണ്ട് പോയി എന്നുള്ള ആരോപണമൊക്കെ കേൾക്കേണ്ടി വരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച തരത്തിലേക്കുള്ള ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഒരു രാഷ്ട്രീയ വീക്ഷണം എന്താണെന്നുള്ളത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കാം, ഇവിടെ ഈ സ്വർണ്ണപ്പാളി അടിച്ചുകൊണ്ട് പോയി, വലിയ കുഴപ്പമില്ലാത്തൊരു അന്വേഷണമൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ പിടിക്കപ്പെട്ട ആളെ നിങ്ങൾക്കറിയാം. അതിൽ ഉന്നത കുലജാതനായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഹിന്ദുത്വ ആശയങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു പോറ്റി ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സാധ്യതയും ഇല്ലാത്ത ഒരാളാണ്. അതിൻ്റെ താഴെ ഈ പറയുന്ന ഉഡായിപ്പിലൊക്കെ അണിനിരന്നിട്ടുള്ള ആളുകളൊന്നും ഈ പറയുന്ന വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു വെച്ചിട്ടുള്ള ആളുകളൊന്നുമല്ല. ഇത് വിശ്വാസികൾക്കിടയിലുള്ള ഒരു ഉഡായിപ്പാണ്. സാധാരണ വിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തരായിട്ടുള്ള ശക്തരായിട്ടുള്ള അമ്പലം വിഴുങ്ങികളായിട്ടുള്ള വിശ്വാസികളും തന്ത്രി കുടുംബക്കാരും ഒക്കെ കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്വർണ്ണപ്പാളിയൊക്കെ അടിച്ചുകൊണ്ടുപോയി. ഇത് വിശ്വാസികൾക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന പറ്റിപ്പിൻ്റെ ഒരു പരിപാടിയാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നാടിൻ്റെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഉപയോഗിച്ചെന്നും അതുമായി ബന്ധപ്പെട്ട ആളുകൾ അതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് വോട്ട് ചെയ്തെന്നൊക്കെ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള കുറേയധികം ആളുകൾക്ക് നാണക്കേടാണ്. ഞങ്ങൾ ഈ പറയുന്ന വർഷങ്ങൾക്ക് മുൻപുള്ള നമ്പറിൻ്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല വോട്ട് ചെയ്തത്. സംഘികളെ പോലെ തന്നെ UDFും ഈ പറയുന്ന വർഗീയ കാർഡൊക്കെ എടുത്തിട്ടാണ് കളിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഈ പറയുന്ന സംവിധാനത്തിൽ പ്രതീക്ഷ പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. കാര്യമായിട്ട് ഈ നാട്ടിലെ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന യുവസമൂഹത്തെ കയ്യിലെടുക്കാൻ വേണ്ടിയുള്ള PR വർക്കുകളൊക്കെ കോൺഗ്രസ്സുകാരൊക്കെ ചെയ്തിരുന്നു. VD സതീശനൊക്കെ വന്ന് ഇൻ്റർവ്യൂ കൊടുത്തതൊക്കെ വൈറലായിരുന്നു. എന്നാലും എവിടെ ചെന്നാണ് ചാടുന്നത്? ചെമ്മീൻ ചാടിയാൽ മുട്ടോളം, പിന്നെയും ചാടിയാലും വർഗീയതയുടെ ചട്ടിയിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് BJPയുടെ അതേ ലൈനിൽ തന്നെ പരിപാടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതിപ്പം പച്ചയാണെങ്കിലും കാവ്യാണെങ്കിലും ഇതിനെയൊക്കെ യൂസ് ചെയ്തിട്ട് ഈ പരിപാടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ ബോറ് പരിപാടിയാണ്. ഈ തവണ AI കളികളാണ്. അതിൽ രസകരമായിട്ടുള്ള കുറേയധികം സാധനങ്ങൾ ആസ്വദിക്കാൻ പറ്റി. പക്ഷേ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്കുള്ള കോമഡികളൊന്നും അത്രയധികം ചിന്തിച്ച് കഴിഞ്ഞാൽ ആസ്വദിക്കാനായിട്ട് പറ്റത്തില്ല. ഈ ഒരു സീസണിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മീം ഒന്ന് കാണിക്കുകയാണ്. ഇതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ കമ്മ്യൂണിസമുള്ള സുഹൃത്തുക്കൾക്ക് ഇത് അയച്ചു കൊടുക്കാറുണ്ട്. അതേപോലെ മനോരമ പത്രത്തിൻ്റെ പേജ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. മലപ്പുറം ഒരു പച്ചപ്പാടം. ഈ പച്ച കാവ്യക്ക് ഈ ഒരു കാലഘട്ടത്തിൽ, കളറൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധേയമായിട്ട് പരാമർശിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു കാര്യം തന്നെയാണ്. പണിപാളി പണിപാളി പാളി സ്വർണ്ണപ്പാളി പണിപാളി കഥ മാറി മാറി ഗോൾഡൻ പാളി 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 ഹെൽത്ത് പാളി പഠിപ്പ് പാളി 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 കാക്കി പാളി പാർട്ടി പാളി 3.2 പാളി എല്ലാ നല്ലും പാളി മോളും പാളി മോനും പാളി നീടെ പാളി കുട്ടി പാളി 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 സ്വർണ്ണം പാളി അയ്യപ്പന്റെ സ്വർണം പൂറ്റി മാറ്റിമുക്കിയേ മാറ്റിമുക്കി പകരം മൊത്തം ചെമ്പു പൂശി ചെമ്പുവായും തൂക്കി ഊരുമുത്തം ചുറ്റത്തീരും മുന്നേ കള്ളപ്പണി മൊത്തം ചുറ്റി SIT game for investigation തട്ടിപ്പുകാർക്കൊക്കെ ഒടുക്കത്തെ ടെൻഷൻ കൊച്ചിയുടെ ട്രിപ്പ് എന്റെ ആപ്ലിക്കേഷൻ കൊച്ചിയുടെ പെൻഷൻ പഴപഴലം പാളി 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 പാളി. മിനിമം പകതിരിവില്ലാത്ത സാധാരണ ആളുകൾക്കിടയിൽ, മറുനാടൻ മലയാളികൾ കാണുന്ന പ്രേക്ഷകർക്കിടയിൽ ഇതൊക്കെ ഭയങ്കര സംഭവമാണ്. അവരുടെ സമ്മതിദാന അവകാശമൊക്കെ ഉപയോഗിക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്കുള്ള മഹാസംഭവമാണ്. പക്ഷേ കോമൺ സെൻസിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ
ഇത് ഈ പറയുന്ന ഈ ഒരു കാലഘട്ടത്തിന് യോജിക്കാത്ത വിശ്വാസി ഉടായ്പകൾക്കിടയിലുള്ള അടിച്ചുമാറ്റും പരിപാടിയൊക്കെയാണ്. ഇത് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരുന്ന പരിപാടിയാണ്. അതിനകത്ത് ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ ഈ ഒരു ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കേണ്ടി വന്നതുകൊണ്ട് മാത്രമാണ് സർക്കാരിന് ഇതിൻ്റെ ചീത്തപ്പേര്. അല്ലാതെ അമ്പലം വിഴുങ്ങികളായിട്ടുള്ള ഇഷ്ടം പോലെ വിശ്വാസികളും അതിന് കൊട പിടിക്കുന്ന ആളുകളൊക്കെ ജാതിയുടെ അടിസ്ഥാനത്തിലും മറ്റുള്ള പല കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഊറ്റി തന്നെയാണ് വിശ്വാസി സമൂഹം അല്ലെങ്കിൽ ദൈവവിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന അല്ലെങ്കിൽ അതിൻ്റെ മുകൾ തട്ടിലുള്ള ആളുകളെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ അന്നം തിന്ന് പോയിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉള്ള ഒരു വിശ്വാസിയും കൂടി അടിച്ചു മാറ്റിയ സമയത്ത് അത് സമ്മതിദാന അവകാശം ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ ചിന്തയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നൊക്കെ പറയുന്നത് ദാരിദ്ര്യ അവസ്ഥ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുവസമൂഹം, ഈ ഒരു രാഷ്ട്രീയത്തിലൊക്കെ ഇടപെടുന്ന യുവസമൂഹം, മത്സരത്തിനൊക്കെ നിൽക്കുന്ന ആളുകൾ അല്ലെങ്കിൽ മത്സരത്തിനുള്ള സന്നാഹങ്ങളൊക്കെ കൂട്ടുന്ന ആളുകൾ, ദയവ് ചെയ്ത് നിങ്ങളുടെയൊക്കെ നേതാക്കന്മാരോട് പറയുക, ഇമ്മാതിരി ആചാരം, ദൈവം, സ്വർണ്ണപ്പാളി അതേപോലെയുള്ള ചീപ്പ് നമ്പറുകൾ ഇറക്കാതിരിക്കുക. ഇനിയിപ്പോൾ ഈ കമ്മികളുടെ മറ്റേ സ്ഥിര നമ്പർ ഉണ്ടല്ലോ, പീഡനം, അതേപോലെ തന്നെ മറ്റേ ഗർഭം പരിപാടികൾ, അത് ഇറക്കാതിരിക്കുക. പിന്നെ അതിനകത്ത് വേറൊരു കാര്യമുണ്ട്, UDF മിന്നുന്ന വിജയം. ഇപ്പോൾ മിന്നുന്ന വിജയം കൊടുക്കാനായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് ആളുകൾ പറയുന്ന സ്വർണ്ണപ്പാളി കാര്യമാണ്. എനിക്കതിനോട് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു പരിഗണന മാത്രമേ ഉള്ളൂ. അതിനോടൊപ്പം തന്നെ ഉള്ളൊരു സംഭവമുണ്ട്. എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു സംഭവം, പാർട്ടി നേതാക്കളുടെ മക്കൾക്കെതിരെ വരെ ക്രൂരമായിട്ടുള്ള ചില സമീപനങ്ങളൊക്കെ നടന്നു എന്നുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന സമയത്തും അങ്ങനെയുള്ള ഒരാളെ പാർട്ടി അവസാനം വരെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് വരെ സംരക്ഷിച്ച ഒരു സാഹചര്യത്തിലും നമ്മൾ ആ ഒരു കാര്യം മാറ്റി വെച്ചിട്ട് നമ്മൾ സ്വർണ്ണപ്പാളി കൺസിഡർ ചെയ്തിട്ട് വോട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ അപമാനിക്കപ്പെടുന്നത് മലയാളികൾ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. നന്ദി.